നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ആഗോളതലത്തിൽ ഊർജ പ്രതിസന്ധി തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അബുദാബിയിൽ വെച്ചാണ് ഇരുവരും ചർച്ച നടത്തിയത്. ചർച്ചയിൽ LPG ഉൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ധാരണാപത്രങ്ങളിലും ഇരുവരും ഒപ്പിട്ടു. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിലും ജനങ്ങൾ തമ്മിലുള്ളതുമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനൊപ്പം തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാനുള്ള വഴികളുടെ ചർച്ചയുടെ ഭാഗമായി. ഇതായാലും ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് UAE. കഴിഞ്ഞ 25 വർഷത്തിനിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയ 7ാമത്തെ രാജ്യം കൂടിയാണിത്. UAEയിലുള്ള 45 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമവും സന്ദർശനവേളയിൽ ചർച്ചയായിട്ടുണ്ട്. രാവിലെ പ്രാദേശിക സമയം 11:15 നരേന്ദ്രമോദി അബുദാബിയിൽ വിമാനമിറങ്ങിയതും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തിരുന്നു. UAEക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും രാജ്യസുരക്ഷയ്ക്കും ഐക്യത്തിനും പരമാധികാരത്തിനും UAE എടുക്കുന്ന നടപടികൾ സ്വാഗതം ചെയ്യുന്നു എന്നും മോദി വ്യക്തമാക്കി. മോദി UAEയിൽ നടത്തിയ ഹ്രസ്വ സന്ദർശനത്തിൽ വ്യാപാരം, നിക്ഷേപം, ഊർജ സംരക്ഷണം, പ്രവാസി ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പ്രധാന ചർച്ചാ വിഷയമായി മാറി. തുടർന്നാണ് 2 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. LPGയുമായി തന്ത്രപ്രധാന പെട്രോളിയം ശേഖരമായും ബന്ധപ്പെട്ട മേഖലകളിലാണ് 2 രാജ്യങ്ങളും ധാരണാപത്രങ്ങൾ ഒപ്പിട്ടത്. ഇക്കാര്യമാണ് പുറത്തുവരുന്നതും. എന്തായാലും ഇന്ധന വർധനവടക്കമുള്ള പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയിൽ ഊർജ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി പുതിയ കരാറുകൾ സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇതിനു പുറമെ തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള ഒരു ചട്ടക്കൂടിനും ഇന്ത്യയും UAEയും അംഗീകാരം നൽകി. ഗുജറാത്തിലെ ദ്വാരക ജില്ലയിലെ വാർഡിനാട് കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി കേന്ദ്രം പുനഃസ്ഥാപിക്കുവാനും ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. സമാൻ ക്യാപിറ്റൽ, RBL ബാങ്ക് എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ $5 ബില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അബുദാബിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ UAEക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. UAE സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തിങ്കളാഴ്ച നോർവേയിൽ നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും മോദി പങ്കെടുക്കും. ഇതിനുശേഷം ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് സെർജി ലെയോയും മറ്റുമായി പ്രധാനമന്ത്രി ജോർജ് മെലോണിയുമായി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.